എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പഴയ 10, 20, 50, 100 നോട്ടുകൾ ജൂലൈ 1 മുതൽ നിരോധിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പഴയ 10, 20, 50, 100 നോട്ടുകൾ ജൂലൈ 1 മുതൽ അസാധുവാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് കാരണമായിരിക്കുകയാണ്. കറൻസി നിരോധനത്തിന് സമാനമായിട്ടുള്ള മറ്റൊരു നീക്കം വരികയാണെന്ന് ഭയന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരം ഏതെങ്കിലും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് പലരും. ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും വ്യാപകമായിട്ട് പ്രചരിച്ച ഈ സന്ദേശത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗികമായിട്ടുള്ള ലോഗോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു യഥാർത്ഥ സർക്കാർ അറിയിപ്പാണെന്ന് പലർക്കും തോന്നിയിരുന്നതാണ്. 2005 മുമ്പ് അച്ചടിച്ച മഹാത്മാഗാന്ധി സീരീസിലുള്ള എല്ലാ നോട്ടുകളും ജൂൺ 30 ശേഷം വിപണിയിൽ സ്വീകരിക്കില്ല എന്നും ഇവ എത്രയും വേഗം ബാങ്കുകളിൽ പോയി മാറ്റിയെടുക്കണമെന്നുമാണ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഒരു പ്രചരണം പൂർണ്ണമായിട്ടും വ്യാജമാണെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഫാക്ട് ചെക്കിംഗ് ഏജൻസി ആയിട്ടുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് തികച്ചും വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരം ഒരു അറിയിപ്പിന് നിയമപരമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും ഈ ഒരു കറൻസി നോട്ടുകൾ നിർത്തലാക്കുവാൻ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നും PIB വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രചരിക്കുന്ന വ്യാജ സന്ദേശവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും വ്യക്തമാക്കി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും രംഗത്ത് വന്നിട്ടുണ്ട്. ഓൺലൈനിൽ പങ്കുവച്ച ഔദ്യോഗിക പ്രസ്താവനയുടെ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണ് എന്നും ഇത്തരം അഭ്യൂഹങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യരുത് എന്നും ബാങ്ക് ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങളെ മാത്രം ആശ്രയിക്കുവാനും ബാങ്ക് ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. 2005 മുൻപുള്ള 10, 20, 50, 100 നോട്ടുകൾ ഇപ്പോഴും നിയമപരമായിട്ട് കറൻസിയായിട്ട് തുടരുമെന്നും RBIയും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ കറൻസി ഡിസൈനുകളിലെ മെച്ചപ്പെട്ട സുരക്ഷാ ഫീച്ചറുകൾ കാരണം പഴയ മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ മാറ്റിയെടുക്കുവാൻ കേന്ദ്ര ബാങ്ക് മുൻപ് ആളുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും ഈ ഒരു നോട്ടുകൾക്ക് ഒരിക്കലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല. ഈ ഒരു പഴയ നോട്ടുകൾ ഉപയോഗിച്ച് രാജ്യത്തുടനീളം ഇപ്പോഴും ഇടപാടുകൾ നടത്താവുന്നതാണ്. ഉയർന്ന മൂല്യമുള്ള 500, 1000 രൂപ നോട്ടുകൾ പെട്ടെന്ന് പിൻവലിച്ച 2016 നോട്ട് നിരോധനത്തിന്റെ ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വ്യാജ വാർത്തകൾ ആളുകൾ ഇത്രയധികം ആശങ്ക ഉണ്ടാക്കുന്നത്. എന്നാൽ കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾക്കായിട്ട് അത്തരം യാതൊരു നീക്കവും ആസൂത്രണം ചെയ്യുന്നില്ല എന്നും അധികൃതർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ സാമ്പത്തിക സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് വിപണിയിൽ അനാവശ്യമായിട്ടുള്ള പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.